എല്ലാവർക്കും നമസ്കാരം. സരോജം ഹോം ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലെ ഫ്ലവർ ഹൗസ് സീസൺ 3യിലെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സീസൺ 3യിലും 5 വീഡിയോകളാണ് അപ്ലോഡ് ചെയ്യുന്നത്. അതിലെ രണ്ടാമത്തെ വീഡിയോയാണിത്. ഈ സീസണിലെ 5 വീഡിയോകളും അപ്ലോഡ് ചെയ്തതിന് ശേഷം 5ാമത്തെ വീഡിയോയ്ക്ക് താഴെയാണ് 5 വീഡിയോകളിലെ ഏത് ഗാർഡനാണ് ഏറ്റവും മനോഹരമായിട്ട് പ്ലാന്റ്സുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഗാർഡൻ ഏതാണ് എന്നാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. 5ാമത്തെ വീഡിയോയ്ക്ക് താഴെയാണ് കമൻറ്റ് ചെയ്യേണ്ടത്. ഏറ്റവും കൂടുതൽ പേർ കമൻറ്റ് ചെയ്യുന്ന ആ ഗാർഡന് 5 അഡീനിയം പ്ലാന്റ്സുകൾ ഗിഫ്റ്റായിട്ട് നൽകുന്നതാണ്. ഒരു ഗാർഡന് മാത്രമേ ഗിഫ്റ്റ് നൽകുന്നുള്ളൂ. ഈ വീഡിയോയ്ക്ക് താഴെ ഈ വീഡിയോയുടേതായിട്ടുള്ള കമൻറ്റുകളൊക്കെ ചെയ്യാവുന്നതാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെ അറിയിക്കുകയാണ്. ഇനി ഫ്ലവർ ഹൗസ് സീസൺ 3യിലെ ഫ്ലവർ ഹൗസ് 2 എന്ന ഈ വീഡിയോയിലെ ഗാർഡനെ കുറിച്ച് പറയാം. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലെ രാമൻകുത്തുള്ള അബ്രഹാം സാർ, റോസമ്മ മേഡം എന്നിവരുടെ വീട്ടിലെ ഗാർഡനാണ് കാണുന്നത്. വളരെ സ്നേഹത്തോടെ രണ്ടുപേരെയും ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സാറേ, സരോജം ഹോം ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. താങ്ക് യു. പറയൂ സാറേ, സാറിൻ്റെ പേരെന്ന് പറയും, അതുപോലെ സ്ഥലമൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തും. അബ്രഹാം എന്നാണ്, സണ്ണി എന്ന് അറിയപ്പെടും. ഞാൻ ഒരു റിട്ടയർഡ് അല്ല, എക്സ് എംപ്ലോയി ആണ്. ഇപ്പോൾ ഒരു സർവീസ് സ്റ്റേഷനും വർക്ക്ഷോപ്പൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. വാട്ടർ സർവീസ്, വാഹനത്തിൻ്റെ വാട്ടർ സർവീസും വർക്ക്ഷോപ്പും ഒക്കെ ഉണ്ട്. അതൊക്കെ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ശരി. ഈ പ്ലാന്റ്സിനോടൊക്കെ നല്ല ഇഷ്ടമാണോ അതോ? എനിക്കിഷ്ടമാണ്, പക്ഷേ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നതൊക്കെ ശ്രീമതിയാണ്. അതല്ലേ, ഞാൻ ഇതിനകത്ത് യാതൊരു കയ്യുമില്ല. ഇല്ല അല്ലേ? എനിക്കൊരു കയ്യുമില്ല. സാറിന് ഇഷ്ടമാണോ പ്ലാന്റ്സ്, ഫ്ലവറൊക്കെ കാണുന്ന? ഇത് കാണാനൊക്കെ ഇഷ്ടമാണ്. അവരാണ് കൂടുതലായിട്ട് ചെയ്യുന്നതല്ലേ? ചെയ്യുന്നത് കൂടുതലായിട്ടല്ല, അവർ തന്നെയാണ് ചെയ്യുന്നതല്ലേ? അപ്പം എന്നാൽ കൂടുതൽ കാര്യം നമുക്ക് മേഡത്തോട് ചോദിച്ച് അറിയാം. ഏതായാലും സന്തോഷം സാറേ, താങ്ക് യു. ഇനി മേഡം പേരെന്ന് പറയൂ. എൻ്റെ പേര് റോസമ്മ. കുറേ ആയിട്ട് ഇങ്ങനെ പ്ലാന്റ്സുകളൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ ആയോ? കുറേ ആയി. ഈ ചെടി ഞങ്ങൾ ഇവിടെ വന്ന കാലം മുതലേ ഞാൻ ഈ ചെടിയൊക്കെ ഇങ്ങനെ വെച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കും. എത്ര വർഷമായിട്ടുണ്ടാവും മാഡം? ഈ ഇവിടുത്തെ ഇതിപ്പോൾ ഒരു 10-20 വർഷമായിട്ടേ ഉള്ളതാണ് ഈ ചെടികളൊക്കെ. അത് ശരി. ഈ ഫലനോപ്സിസൊക്കെ അത്യാവശ്യം ഫ്ലവർ ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഫ്ലവറിൻ്റെ ഒരു സമയമല്ലല്ലോ അല്ലേ? ഇപ്പം ഇതിപ്പോൾ ഒട്ടും ഫ്ലവർ ഇല്ലാത്തൊരു സമയമാണ്. ഇത് മുഴുവൻ നിറച്ച് പൂക്കളായിരുന്നു. ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ നമുക്ക് സങ്കടമാണ്, പൂവില്ലാത്തൊരു സമയമായതുകൊണ്ട്. മാഡം ജോലി ചെയ്തിരുന്നോ? ഇല്ല, ഞാൻ ജോലിയൊന്നും ചെയ്യും, ഞാൻ ഹൗസ് വൈഫാണ്. ഇപ്പൊ പിന്നെ ഞാൻ ഇതിങ്ങനെ ചെയ്യുന്നുണ്ട്. ഇത് സാറ്റിൻ തുണിയിൽ ഈ സോഫയിൽ വെക്കുന്ന കുഷ്യൻ ബാക്കിൽ വെക്കുന്ന. അത് മാഡം ഒറ്റയ്ക്ക് ചെയ്താണോ അതൊക്കെ? അതെ, ഞാൻ തന്നെ ചെയ്യുന്നത്. എങ്ങനെ ഇത് കൊറിയർ ചെയ്ത് കൊടുക്കും? അത് ശരി. ധാരാളം ആൾക്കാർ ചോദിക്കുന്നുണ്ട്, കൊറിയർ ചെയ്ത് അയച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ അയക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ശരി, നല്ല ഭംഗിയുണ്ടല്ലോ. മാഡം, ഫെലനോപ്സിസ് ഓർക്കിഡിലൊക്കെ എപ്പോഴും കുറേ ഫ്ലവർ ഉണ്ടല്ലോ, ഇതിന് എന്ത് ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നത്? ഇതിന് ഈ ചീമക്കൊന്നയുടെ ഇല എടുത്തുകൊണ്ട് വന്നിട്ട് അത് നല്ല വെള്ളത്തിലിട്ടിട്ട് അത് നന്നായി ഒരു 3-4 ദിവസം വെള്ളത്തിലിട്ട് നല്ലപോലെ അളിഞ്ഞതിന് ശേഷം അത് നന്നായി ഞെരടി പിഴിഞ്ഞെടുത്തിട്ട് 1 കപ്പ് വെള്ളം എടുത്തിട്ട് ആ വെള്ളം അതിന്റെ ഒരു 4 ഇരട്ടി വെള്ളം, 1 കപ്പിലെ വെള്ളത്തിൽ 4 ഇരട്ടി വെള്ളം ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും. അത് ശരിയാ. അപ്പൊ അത് ലീഫിൽ മാത്രം കൊടുക്കും അതോ? ലീഫിൽ, അതിന്റെ ഈ റൂട്ടിലും ലീഫിലും എല്ലാം കൊടുക്കും. അത് ശരി. ചീമക്കൊന്നയുടെ ലീഫ് ഇങ്ങനെ പിന്നെ വെള്ളത്തിലിട്ട് പുളിപ്പിച്ചിട്ട് എത്ര ദിവസം ഇടേണ്ടി വരും? ഒരു 3-4 ദിവസം ഇട്ടിട്ട് അതെടുത്ത് നന്നായി ഞെരടി പിഴിഞ്ഞെടുത്തിട്ട് അതിന്റെ 1 ലിറ്റർ പിന്നെ ലായനിയിൽ 1 ലിറ്ററിന് അതിന്റെ ഒരു 4 ഇരട്ടി വെള്ളം ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഡൈല്യൂട്ട് ആക്കണം, അല്ലെങ്കിൽ ഇത് ചെടി ചീഞ്ഞു പോകും, കരിഞ്ഞു പോകും. സ്പൈക്ക് ഇപ്പൊ വന്നേക്കുന്നുണ്ടോ? ഇത് ഈ ചീമക്കൊന്നയുടെ ഇല അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ ഇതിന് പുതിയ സ്പൈക്കുകൾ ഇങ്ങനെ ഇത് കുറെ നാളായിട്ട് അങ്ങനെ പരീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. കൊന്നയുടെ ലീഫ് അല്ലേ? ചീമക്കൊന്നയുടെ, കണിക്കൊന്നയുടെ അല്ല, ചീമക്കൊന്നയുടെ അല്ലേ? ഈ മാൻഡിവില്ല പ്ലാന്റ് എത്ര വെറൈറ്റി ഉണ്ട് മാഡം അവിടെ? ഇവിടെ ഈ മാൻഡിവില്ല പ്ലാന്റിന്റെ അടുത്ത് 3 വെറൈറ്റി, വെള്ളയും ചുമപ്പും ഈ പിങ്കും, 3 കളർ. ഇത് പ്രൊപ്പഗേഷൻ എങ്ങനെയുണ്ട്, പിടിച്ചു കിട്ടുന്നുണ്ടോ? ഇതങ്ങനെ മുറിച്ച് വെച്ചിട്ട് എനിക്ക് ഇതുവരെ അങ്ങനെ കാര്യമായിട്ട് പിടിച്ചിട്ടില്ല. ഇത് പിടിക്കുകയാണെങ്കിൽ തന്നെ ഇത് നമ്മൾ ഇതിലോട്ട് തന്നെ ഇതിന്റെ വള്ളി ഇങ്ങനെ എടുത്തിട്ട് ഈ വള്ളി ഇതിന്റെ അകത്ത് തന്നെ വെച്ചിട്ട് റൂട്ട് പിടിപ്പിച്ചാൽ 1-2 ഒക്കെ എനിക്ക് അങ്ങനെ പിടിച്ചിട്ടുണ്ട് എന്നേ ഉള്ളൂ. അല്ലാതെ പിടിച്ചു കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള പ്ലാന്റ് ആണല്ലേ? ഇത് 3 വെറൈറ്റിയാണുള്ളത്. 3 വെറൈറ്റി ഉണ്ട്. മാഡം, ഡാലിയ പ്ലാന്റ് നമുക്ക് ഇപ്പോൾ എത്ര വെറൈറ്റി ഉണ്ട് ഇവിടെ? ഇവിടെ ഒരു 4 വെറൈറ്റി ഡാലിയ പ്ലാന്റ് ഉണ്ട്.
ഇതിൻ്റെ കയറിങ്ങും അതുപോലെ ഇതിൻ്റെ പ്രൊപ്പഗേഷനൊക്കെ ഒന്ന് പറയാം. പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഈ ഡാലിയ ഇപ്പം നമ്മൾ ഇതുപോലെ ഒരു ഡാലിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അടത്തി എടുക്കണം, കട്ട് ചെയ്തെടുക്കണം. അത് ശരി, കട്ട് ചെയ്യാൻ പാടില്ല അല്ലേ? കട്ട് ചെയ്ത് എടുത്ത് നമ്മൾ ചെയ്താൽ അത് പിടിക്കത്തില്ല. ഇതിങ്ങനെ അടത്തി എടുത്തിട്ട് നമ്മളത് കുത്തി അത് മുളപ്പിച്ച്, അതായത് പിന്നെ അതുപോലെ കട്ട് ചെയ്തെടുത്ത് ഇങ്ങനെ അടത്തി എടുത്തിട്ട് നട്ടതായത്. അത് ബ്ലേഡോ അല്ലെങ്കിൽ കത്തിയോ വെച്ച് കട്ട് ചെയ്യരുത്, കത്തിയൊന്നും പാടില്ല, കൈ കൊണ്ട് തന്നെ അത് അടത്തി എടുക്കണം. അത് മൂത്ത തണ്ട് വേണോ അതോ അങ്ങനെ? ഇല്ല, ഒരുമാതിരി ഇങ്ങനെ ഒരു ഇളയ തണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ഇളയത് ഇതുപോലെ വരുന്ന ഇപ്പൊ ഈ തണ്ടായാലും അടത്തി നമ്മൾ എടുത്തു വെച്ച് നട്ടാൽ ഇതുണ്ടാവും. മൂത്ത പറ്റില്ല, അവിടെ ശരിയായി കിട്ടുന്നുണ്ട് അല്ലേ? മേഡം, ഈ അഡീനിയ പ്ലാന്റ്സിന് എന്തൊക്കെയാണ് അതിന്റെ പോട്ടി മിശ്രിതം ഒന്ന് പറയുമോ? അഡീനിയം പ്ലാന്റ്സിന് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടി, അല്ലാതെ വേറൊന്നും പ്രത്യേകിച്ച് ഇട്ട് കൊടുക്കാറില്ല. പോട്ടി മിശ്രിതമായിട്ട് പിന്നെ മണൽ ചേർക്കുന്നുണ്ടോ? മണ്ണ്, മണല്, ചാണകപ്പൊടി തുല്യ അളവിലെടുത്തിട്ട് അതിലാണ് ഞാനിത്. കൊക്കോപിറ്റ് ചേർക്കുന്നുണ്ടോ? കൊക്കോപിറ്റ് ചേർക്കാറില്ല അല്ലേ? അപ്പോൾ ഇതിപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഫെർട്ടിലൈസർ വേറെ എന്തെങ്കിലും അടിച്ചു കൊടുത്തോ? ഇല്ല, ചാണകപ്പൊടി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. വെള്ളം ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം നനയ്ക്കും, എല്ലാ ദിവസവും ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കും അല്ലേ? ഡെയിലി നനയ്ക്കുന്നുണ്ട് അല്ലേ? ഡെയിലി നനയ്ക്കും, ഒറ്റ നേരം, എല്ലാ ദിവസവും നനയ്ക്കും. പ്രത്യേക കീടങ്ങളൊന്നും വരുന്നില്ല അല്ലേ? ഇതുവരെ അങ്ങനൊന്നുമില്ല. ഞാൻ അതിന് പ്രത്യേകിച്ചൊന്നും ഇതുവരെ ചെയ്തില്ല. ഇതിപ്പോൾ അടുത്ത് പ്രൂൺ ചെയ്തിട്ടേ ഉള്ളൂ? പ്രൂൺ ചെയ്തതേ ഉള്ളൂ, അതുകൊണ്ട് ഇപ്പോൾ പൂക്കൾ കുറവാണ്. അല്ലെങ്കിൽ ഇത് ബുഷ് പോലെ അങ്ങ് പൂവാകും. പൂക്കളായി വരുന്നതേ ഉള്ളൂ അല്ലേ? കുറേ ഏജ് ആയ പ്ലാന്റ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? അതെ, ഇതൊക്കെ 8, 9, 6 വർഷമായതാ ഉണ്ട്, അത് 10 വർഷമായതാ. 9, 10 വർഷമായ ചെടികളായിട്ട്. ഇതൊക്കെ 10 വർഷമൊക്കെ ആയിട്ടുണ്ടാവും അല്ലേ? ഇതാ 10 വർഷം. ഇതൊക്കെ 10 വർഷം. എൻ്റെ അടക്സ് കണ്ടില്ലേ? ഇതിൻ്റെ പേര് സൈക്കസ് എന്നാണ്. ഇത് വളരെ സ്ലോ ആയിട്ട് ഇതിൻ്റെ ഇങ്ങനെ ലീഫുകൾ വരുള്ളൂ. 6 മാസത്തിലൊരിക്കലും ഒരു ലെയർ ഇതിന് വരാറുള്ളൂ. ഒരു 20 വർഷമായ പ്ലാന്റ് ആണ്. 20 വർഷം കൊണ്ട് ഇത്ര വലുപ്പമായിട്ടുള്ളൂ അല്ലേ? അപ്പോൾ ഇത് സ്ലോ ഗ്രോത്ത് ആണ് അല്ലേ? സ്ലോ ഗ്രോത്ത് ആണ്. ഒരു ലെയർ വരണമെങ്കിൽ ഒരു 6 മാസത്തിലൊരിക്കലും ഒരു ലെയർ വരുള്ളൂ അല്ലേ? ഓക്കെ. ഇതാണ് സ്പൈഡർ ഓർക്കിഡാണ്. ഇതിവിടെ ഇങ്ങനെ ധാരാളം ഉണ്ട്. എബ്രഹാം സാറിനും റോസമ്മ മേഡത്തിനും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്.